ഹായ്, എല്ലാവർക്കും A to Zന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതിവിടെ പറയാൻ പോകുന്ന കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDOക്ക് കീഴിൽ വന്നിരിക്കുന്ന GTREയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായും നല്ല അവസരം തന്നെ ആയിരിക്കും ഗ്രാജുവേഷൻ ഉള്ള ആൾക്കും, അതുപോലെ BE, BTech, BCom, BSc, BA, BBA, അതുപോലെ BCE യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഗ്രാജുവേറ്റ് അപ്രന്റീസ് ട്രെയിനി വിഭാഗത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മൊത്തം ഏകദേശം 126ഓളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതിയുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ RAC.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ DRDO.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ അല്ലെങ്കിൽ നോൺ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആയിട്ടുള്ള BCom, BSc, അതുപോലെ BA, BCA, BBA ഉള്ളവർക്കും ഡിപ്ലോമ ആൻഡ് IT അപ്രന്റീസ് ട്രെയിനിങ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഗ്രാജുവേറ്റ് അപ്രന്റീസ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് എഞ്ചിനീയറിംഗ്, BE, BTech ഈക്വലൻ്റ് വിഭാഗത്തിലേക്ക് മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ, അതുപോലെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ വരുന്നത് മെറ്റീരിയൽ സയൻസ്, അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ. മൊത്തം 75ഓളം ഒഴിവുകളാണ് അതിലുള്ളത്. പിന്നീട് വന്നിരിക്കുന്നത് BCom യോഗ്യതയുള്ളവർക്ക് 10 വേക്കൻസി, BSc 5, അതുപോലെ BA 5 വേക്കൻസി, BCA 5, BBA 5, മൊത്തം 30 വേക്കൻസി. പിന്നെ ഡിപ്ലോമ അപ്രന്റീസ് വിഭാഗത്തിലേക്ക് 20 വേക്കൻസി ഉണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ IT ഉള്ളവർക്ക് മൊത്തം 25 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ ഏകദേശം 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് ഒഴിവുകളാണ് ഇതിലുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഇതിലേക്ക് സ്റ്റൈപ്പൻഡ് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ലഭിക്കുന്നത് 9,000 രൂപ വരെ ആയിരിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കുക. അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായും യാതൊരു എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ യാതൊരു അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായും താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളെയും ഫോളോ ചെയ്യുക. അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.